കാരണം കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ടീം നിരവധി ഗവേഷണങ്ങളും അതുപോലെ ഒരുപാട് ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിച്ചും ഒരുപാട് മുൻ ജീവനക്കാരായിട്ടുള്ള ഇന്റർവ്യൂ എല്ലാം നടത്തിയതിനു ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു SNAയുടെ ചരിത്രം. അത് SNAയുടെ ചരിത്രം മാത്രമല്ല, അത് ഒരുപക്ഷെ തൃശ്ശൂരിന്റെയും ആയുർവേദ മേഖലയുടെയും ഒരു ചരിത്രം കൂടിയാണ്. ആ ചരിത്ര പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഇന്നത്തെ ഈ ചരിത്ര പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട MLA ശ്രീ ബാലേന്ദ്രനാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പുസ്തകം ഇന്ന് സ്വീകരിക്കുന്നത് ഒരുപക്ഷെ SNAയുടെ തന്നെ കുടുംബാംഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ സത്യൻ നന്ദിക്കാടാണ്. അദ്ദേഹത്തെ എല്ലാ സ്നേഹത്തോടും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തൃശ്ശൂരിൽ തന്നെ വേരുകളുള്ള മറ്റൊരു വലിയൊരു പാരമ്പര്യമായിട്ടുള്ളൊരു കുടുംബമാണ് ചോലയിൽ എന്നുള്ളത്. നമുക്കെല്ലാം അറിയാം, മെഡിമിക്സ് എന്നുള്ള ഒരു ബ്രാൻഡ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ എത്രമാത്രം അടുത്ത് നമ്മളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ മേധാവിയായിട്ടുള്ള സാരഥിയായിട്ടുള്ള ശ്രീ അനൂപ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ SNAയുമായിട്ട് ബിസിനസ് പരമായിട്ടും നല്ലൊരു സൗഹാർദ്ദവുമുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. SNAയുടെ എന്ത് ആവശ്യങ്ങൾക്കും വിളിച്ചാൽ എപ്പോഴും ഞങ്ങളുടെ ഒപ്പമുള്ള ഞങ്ങളുടെ ഒരു കൗൺസിലർ ആണ് ശ്രീമതി മേഴ്സി ചേച്ചി. അവരും ഇന്നിവിടെ സന്നിഹിതയാണ്. മേഴ്സി ചേച്ചിയെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പാറമേക്കാവ് ദേവസ്വവും SNAയും കിഴക്കമ്പാട്ടുകരിയും ഒക്കെ ആയിട്ട് ഇഴപിരിയാൻ പറ്റാത്ത വിധം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ രാജേഷ് ഇന്നിവിടെ പങ്കെടുക്കുന്നുണ്ട് ഈ ചടങ്ങിൽ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. SNA എന്നുള്ള പ്രസ്ഥാനം സത്യത്തിൽ 3 ഘടകങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ്. ഒന്ന്, തൃശ്ശൂർ തേക്കാട്ട് മൂസ് എന്നുള്ള കുടുംബം. രണ്ടാമത്, തൃശ്ശൂരിന്റെ കിഴക്കമ്പാട്ടുകര എന്നുള്ള ഒരു നാട്. അതുപോലെ SNAയുടെ ജീവനക്കാർ. ഈ 3 പേരും കൂടിയാലാണ് SNA എന്നുള്ള ഒരു ആത്മാവ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പോൾ നാട്ടുകാരുടെ പ്രതിനിധി, നാട്ടുകാരുമായിട്ട് ചരിത്രപരമായിട്ടും ഞങ്ങളുടെ കുടുംബത്തിന് വളരെയധികം ബന്ധങ്ങളുണ്ട്. നാട്ടുകാരുടെ പ്രതിനിധിയായിട്ട് ഇന്നിവിടെ സംസാരിക്കാൻ എത്തിയിട്ടുള്ള ഉണ്ണികൃഷ്ണനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജീവനക്കാരുടെ പ്രതിനിധിയായി മധു ഇന്നിവിടെ ആശംസകൾ അർപ്പിക്കുന്നുണ്ട്. മറ്റു പല സ്ഥാപനങ്ങളെക്കാളും ഒരു തൊഴിലാളി ബന്ധം, ഒരു മുതലാളി തൊഴിലാളി ബന്ധമല്ല, ഒരു സൗഹാർദ്ദം മറ്റ് സ്ഥാപനങ്ങളെക്കാൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് അവകാശപ്പെടാം. ഈ ജീവനക്കാരുടെ പ്രതിനിധിയായിട്ട് ഇന്നിവിടെ സംസാരിക്കാൻ എത്തിയിട്ടുള്ള ശ്രീ മധുവിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പാറമേക്കാവ് ദേവസ്വം പോലെ തന്നെ പ്രധാനപ്പെട്ട തൃശ്ശൂരിന്റെ മറ്റൊരു മുഖമാണ് തിരുവമ്പാടി എന്നുള്ളത്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ സുന്ദർമേനൻ, ബഹുമാനപ്പെട്ട സുന്ദർമേനൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പലപ്പോഴും ഒരു സ്ഥാപനത്തിന്റെ വിജയം എന്നത് നല്ല മാനേജർമാരുണ്ടാവുക എന്നുള്ളതാണ്, നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവുക എന്നുള്ളതാണ്. SNAയെ സംബന്ധിച്ച് അത് വലിയൊരു ഭാഗ്യമാണ്. ഇത്രയും 100 വർഷത്തിൻ്റെ ഇടയിൽ നല്ല മാനേജർമാരെ കിട്ടി എന്ന് തന്നെയാണ് ഈ ഒരു 100 വർഷം എന്നുള്ളൊരു മൈൽ സ്റ്റോൺ ഞങ്ങളെ സംബന്ധിച്ച് എത്തിച്ചേരാൻ പ്രാപ്തമാക്കിയത്. ഇന്ന് SNAയിൽ ജനറൽ മാനേജറായിട്ടുള്ള ശ്രീ രാമൻ മുണ്ടനാട്, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളു. സദസ്സിൽ വേദിയിലെ പോലെ തന്നെ നിരവധി പ്രസിദ്ധരായിട്ടുള്ള ആയുർവേദ മേഖലയിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും